ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. നമ്മൾ ഖുലാസയുടെ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കിതാബിന്റെ ഉദ്ധരണി സ്ക്രീനിൽ കാണാം. അൻവാഉൽ മുസ്തഹാദത്തി, ഇസ്തിഹാദത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചു, അതിന്റെ ഹുക്മ് സംസാരിച്ചു. ഇനി അതിന്റെ ഇനങ്ങളാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. അൻവാഉൽ മുസ്തഹാദത്തി, നൗഅ് എന്നതിന്റെ ബഹുവചനാണ് അൻവാഅ്. മുസ്തഹാദത്ത്, ഇസ്തഹാദ യസ്തഹീദു, അതിന്റെ ഇസ്മു മഫ്ഊലാണ് മുസ്തഹാദത്ത്. അൻവാഉൽ മുസ്തഹാദത്ത്, ഇസ്തിഹാദത്ത് രോഗമുള്ളതിന്റെ ഇനങ്ങൾ പല രീതിയിൽ വരാം. അതിന്റെ ഇനങ്ങളാണ് ഇൻഷാ അല്ലാഹ് സംസാരിക്കുന്നത്. ഇൻകാനത്തിൽ മുസ്തഹാദത്തു മുബ്തദഅത്തൻ മുമയ്യിസത്തൻ ബൈന ദമിൽ ഖവിയ്യി വൽ ദഈഫി ഫൽ ഖവിയ്യു ഹൈദുൻ വൽ ദഈഫു ഇസ്തിഹാദത്തുൻ. വായിക്കുന്നത് സൗകര്യത്തിനാണ് ആദ്യം വായിച്ചത്. ഈ അർത്ഥം വെക്കുമ്പോഴും ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ, ഞാൻ ഈ പറയുന്ന ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പം മനസ്സിലാകും. ഇതില് ഇസ്തിഹാദത്ത് ഹൈദിന്റെ നിയമത്തിന്റെ പരിധിയുടെ പുറത്തു പോകുന്നതാണ് ഇസ്തിഹാദത്ത്, രോഗരക്തം എന്ന് പറയാം. ഇൻകാനത്തിൽ മുസ്തഹാദത്തും, ഈ ഇസ്തിഹാദത്ത് രക്തമുള്ള ആ സ്ത്രീ ആയാൽ മുബ്തദഅത്തൻ, മുബ്തദഅത്ത് എന്ന് പറഞ്ഞാൽ തുടക്കത്തിലുള്ളത്, തുടങ്ങം, അതായത് ഹൈദ് തുടങ്ങുന്ന ആ പ്രായത്തിലുള്ളതാണ്. മുമയ്യിസത്തൻ, മുമയ്യിസത്താണ്. മുമയ്യിസത്ത് എന്ന് പറഞ്ഞാൽ ബൈന ദമിൽ ഖവി, ദമി എന്ന് പറഞ്ഞാൽ രക്തം, ഖവി ശക്തമായ, ലൈഫ് ദുർബലമായ, ഖവിയായ ലൈഫായ രക്തത്തിനിടയിൽ മുമയ്യിസത്തായാൽ വേർതിരിവുള്ള സ്ത്രീയായാൽ. എന്ന് പറഞ്ഞാൽ ഈ രക്തം പുറപ്പെടുന്ന സമയത്ത് ചില സമയങ്ങളിൽ കട്ടി കൂടിയതും ചില സമയങ്ങളിൽ അത്ര കട്ടി ഇല്ലാതെ, കവി എന്ന് പറഞ്ഞാൽ കട്ടിയുള്ളത്, ശക്തമായതെന്നാണ് വാക്കിന്റെ അർത്ഥം. ലൈഫ് എന്ന് പറഞ്ഞാൽ ദുർബലമായി. അപ്പോ കട്ടിയുള്ള രീതിയിൽ പുറപ്പെടുന്നുണ്ട്, അല്ലാതെയും പുറപ്പെടുന്നുണ്ട്. തുടക്കത്തിലുമാണ്, ഫസ്റ്റ് ആണ്. അപ്പൊ ഏതാണ് ഹൈദ് ഏതാണ് നിഫാസ് എന്ന് വേർതിരിക്കാൻ അവസരമുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇൻകാനത്തിൽ മുസ്തഹാദത്തു, ഇസ്തിഹാദത്തുള്ള സ്ത്രീ ആണെങ്കിൽ, മുബ്തദഅത്തൻ ഒരു തുടക്കക്കാരിയാണെങ്കിൽ, മുമയ്യിസത്തൻ ബൈന ദമിൽ ഖവി ശക്തമായ രക്തത്തിന് ഇടയിലും വൽ ദഈഫ് ദുർബലമായ രക്തത്തിനിടയിലും വേർതിരിവുള്ള സ്ത്രീയും ആണെങ്കിൽ, ഫൽ ഖവിയ്യു അതിൽ ആ ശക്തമായ അഥവാ കട്ടിയുള്ള രീതിയിൽ പുറപ്പെടുന്നത് ഹൈദുൻ, ഹൈദാണെന്ന് വെക്കണം. വൽ ദഈഫു ദുർബലമായത് ഇസ്തിഹാദത്തുൻ, ഇസ്തിഹാദത്താണെന്ന് വെക്കണം. ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി വൈൻകാനത്ത് ഒരു ഇനം പറഞ്ഞു. വൈൻകാനത്ത് മുബ്തദഅത്തൻ ഗൈറ മുമയ്യിസത്തിൻ ഫഹൈദുഹാ യൗമുൻ വലൈലത്തുൻ വതുഹുറുഹാ തിസ്ഉൻ വഇശ്റൂന യൗമൻ മിൻ കുല്ലി ശഹ്രിൻ. വൈൻകാനത്ത് മുബ്തദഅത്തൻ തുടക്കക്കാരിയാണെങ്കിൽ, ഗൈറ മുമയ്യിസത്തിൻ തമീസ് ഇല്ലാത്ത, കവിയ ലൈഫ് എന്നൊന്നും വേറെ ഇല്ല, എല്ലാവർക്കും ഒരേപോലെയാണ് രക്തം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഫഹൈദുഹാ യൗമുൻ വലൈല, ഒരു പകലും രാത്രിയും അത് ഹൈദാണെന്ന് വെക്കണം. വതുഹുറുഹാ അവരുടെ ശുദ്ധി തിസ്ഉൻ വഇശ്റൂന യൗമൻ 29 ദിവസമാണെന്ന് വെക്കണം. 30 ദിവസം രക്തമുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോ ഒരു ദിവസം ഹൈദാണെന്ന് വെക്കണം, ബാക്കിയുള്ളത് ഇസ്തിഹാദത്താണെന്ന് വെക്കണം, ശുദ്ധിയാണെന്ന് വെക്കണം. അപ്പൊ ശുദ്ധിയാകുമ്പോ ഇസ്തിഹാദത്താണ്. മിൻ കുല്ലി ശഹ്രിൻ, അങ്ങനെയാണ് എല്ലാ മാസവും കണക്കാക്കുന്നത്. എല്ലാ മാസവും അങ്ങനെ ഉണ്ടെങ്കിലാണ്. വൈൻകാനത്ത്, ഇനി മൂന്നാമത്തത് വൈൻകാനത്ത് മുഅ്താദത്തൻ, വൈൻകാനത്ത് മുഅ്താദത്തൻ മുമയ്യിസത്തൻ. ഇനി മുഅ്താദത്താണ് അഥവാ സാധാരണ പുറപ്പെടാനുള്ളതാണ്, തുടക്കക്കാരിയല്ല. മുഅ്താദത്ത് സാധാരണ പദവി, ഇഅ്താദ ഇഅ്താദ്, മുഅ്താദത്ത് ഇസ്മു മഫ്ഊലിന്റെ മുഅന്നസ്, മുഅ്താദത്ത് ഇസ്മു ഫായിലിന്റെ മുഅന്നസായിട്ടും പറയാം. പതിവായിട്ടുള്ളവളാണ്, തുടക്കക്കാരിയല്ല. മുമയ്യിസത്തൻ വേർതിരിവുണ്ട്, ചില സമയം കട്ടിയുള്ളതാണ്, ചില സമയം അല്ലാതെയാണ്. അങ്ങനെയാവുമ്പോ ഫൽ ഹുക്മു അവിടെ തീരുമാനിക്കേണ്ടത് ബിത്തമീസ്, ആ തമീസ് കൊണ്ടാണ്. അപ്പൊ ഹൈദ് ഏതാണ്, കട്ടിയുള്ളത് ഹൈദാണെന്ന് വെക്കണം, ഏതല്ലാത്തത് ഇസ്തിഹാദത്താണെന്ന് വെക്കണം. ലാ ബിൽ ആദത്ത്, അവിടെ ആദത്തല്ല പരിഗണിക്കേണ്ടത്. ആദത്തല്ല എന്ന് പറഞ്ഞാൽ പതിവ് സാധാരണ 6 ദിവസമാണ്. അതേ സമയത്ത് ഇപ്പോ കുറെ സമയമുണ്ട്, അതിൽ കുറെ സമയം കട്ടിയുള്ളതാണ്,
അല്ലാത്തത് അല്ലാതെയും ഉണ്ട്, ദുർബലമായിട്ടും ഉണ്ട്. അങ്ങനെ ആവുമ്പോ കട്ടിയുള്ളത് ഹൈലാണെന്ന് വെക്കണം. അങ്ങനെയാ കണക്കാക്കേണ്ടത്, ആദത്ത് കൊണ്ടല്ല. വൈകാനത്ത് മൊഴത്താദത്തൻ ഒയ്റ മുമയ്യിസത്തിൻ. ഇനി മൊഴത്താദത്താണ്, പതിവായിട്ടുള്ള സ്ത്രീയാണ്, ഒയ്റ മുത്തമ്മീസ് ഇല്ല. ഫൈൻ നക്കറത്ത് ഹൈലഹ സാബിഖ ഖദറൻ വ വഖതൻ. ഫൈൻ നക്കറത്ത് അവൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, ഹൈലഹ സാബിഖ കഴിഞ്ഞ ഹൈദ് ഓർമ്മയുണ്ടെങ്കിൽ, ഖദറൻ വ വഖതൻ അതിന്റെ അളവും അതുപോലെ സമയവും ഓർമ്മയുണ്ട്, അതിന്റെ കണക്കും അതുപോലെ സമയവും ഓർമ്മയുണ്ട്. 6 ദിവസമാണോ ഓർമ്മയുള്ളത്, അതുപോലെ പിന്നെ മാസത്തിന്റെ ഏത് സമയത്താണ് എന്നൊക്കെ ഓർമ്മയുണ്ട്. എന്നാൽ അഹദത്ത് ബി ആദത്തിഹ, ആ പതിവനുസരിച്ച് ഹൈലാണെന്ന് വെക്കണം. പതിവില് ഹൈലുള്ളത്ര ഹൈലാണെന്ന് വെക്കണം, ബാക്കിയുള്ളത് ഇസ്തിഹാദത്താണെന്ന് വെക്കണം. വയില്ല, അങ്ങനെ ഓർമ്മയില്ല, കഴിഞ്ഞത് എത്രയെന്ന് ഓർമ്മയില്ലെങ്കിൽ, ഫഹിയ അൽ മുത്തഹയ്യിറത്തു, അവൾ മുത്തഹയ്യിറത്തിന്റെ ഇനത്തിലാണ് വരിക. മുത്തഹയ്യിറത്ത് ശേഷം പറയുന്നുണ്ട്, താഴെ പറയുന്നുണ്ട്. അടുത്തത് വൽ മുത്തഹയ്യിറത്തു. മുത്തഹയ്യിറത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം പരിഭ്രാന്തിയായവൾ, അതായത് വെപ്രാളപ്പെട്ടവൾ എന്നാണ് വാക്കിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയ ആള് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വൽ മുത്തഹയ്യിറത്തു ഇന്നസിയത്ത് ഹൈലഹ സാബിഖ. ഇന്നസിയത്ത് അവൾ മറന്നാൽ, ഹൈലഹ സാബിഖ കഴിഞ്ഞ ഹൈല് മറന്നുപോയി, ഖദറൻ അതിന്റെ എത്ര സമയമാണ് ഉണ്ടായതെന്ന് ഓർമ്മയില്ല, വഖതൻ അതിന്റെ സമയം ഓർമ്മയില്ല, ജമിയൻ രണ്ടും ഓർമ്മയില്ല. ഫഹിയക ഹൈലിൻ, ഹൈലുകാരിയെ പോലെ തന്നെയാണ്, ഫി കുല്ലിൽ അഹ്കാമി എല്ലാ ഹുക്മിലും, ഇല്ലാ ഫി ത്വലാഖിൻ വ ഇബാദത്തിൻ തഫ്തഖിറു ലി നിയ്യത്തിൻ, ഇല്ലാ ഫി ത്വലാഖിൻ ത്വലാഖിൽ വയ്യ. അപ്പൊ ത്വലാഖിൽ പരിഗണിക്കേണ്ടതില്ല. അതുപോലെ വ ഇബാദത്തിൻ ആരാധനയിലും, ഏത് ആരാധന, തഫ്തഖിറു ലി നിയ്യത്തിൻ നിയ്യത്ത് ആവശ്യമുള്ള ആരാധന എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെയാണ്? ഇത് 3-ാം നമ്പർ നോക്കിയാൽ അറിയാം. കഹാഇലിൻ ഫി ഖംസത്തിൻ മുബാശറത്ത് ഖിറാഅത്തുൽ ഖുർആനി ഫി ഗൈരി സ്വലാത്തി വമസ്സിൽ മുസ്ഹഫി, ഖുർആൻ ഓതുക, മുസ്ഹഫ് തൊടുക, അൽ മുക്സിഫിൽ മസ്ജിദി പള്ളിയിൽ നിൽക്കുക, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്വലാത്ത് ഫീസ് ഒക്കെ ത്വാഹിരിൻ ഫി സിത്തത്തിൻ ബാക്കി പറയാം. ഫതുസല്ലി, അപ്പൊ ഈ സ്ത്രീ നിസ്കരിക്കണം, വതഗ്തസിലു കഴുകണം, ലികുല്ലി ഫർദിൻ എല്ലാ ഫർദ് നിസ്കാരത്തിനും കഴുകിയിട്ട് നിസ്കരിക്കണം. വതസൂമു റമളാൻ, റമളാൻ നോമ്പ് നോൽക്കണം. റമളാൻ നോമ്പ് നിൽക്കുന്ന സമയത്ത് ഇത് സ്ഥിരമായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഈ ഇസ്തിഹാദത്തുള്ള സ്ത്രീയാകുമ്പോ അവൾക്ക് എങ്ങനെ ഏത് നിസ്കാരം കിട്ടിയെന്ന് വെക്കുക, ഹൈലാകാനും ഇസ്തിഹാദത്താകാനും സാധ്യത ഉണ്ടല്ലോ. അപ്പൊ എന്താ പരിഗണിക്കേണ്ടത്? ഞാൻ ആദ്യം ഒന്ന് വായിച്ച അർത്ഥം വെച്ചിട്ട് പിന്നെ വിവരണം പറയാം. തസൂമു റമളാന, റമളാൻ നോമ്പ് നോൽക്കണം, റമളാനിൽ ഫുള്ളായിട്ട് നോമ്പ് നോൽക്കണം. തുമ്മ ഷഹ്റൻ കാമില, പിന്നെ ഒരു നോമ്പ്, ഒരു മാസം പിന്നെയും നോമ്പ് നോൽക്കണം. അപ്പോ റമളാനിൽ മുഴുവനും നോമ്പ് വെച്ചാൽ 15 ശുദ്ധി കിട്ടി എന്ന് വരും. അതില് 1 മുറിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടല്ലോ, അപ്പൊ 14 കിട്ടി എന്ന് വരാം. അപ്പോ 14 കിട്ടി. പിന്നെ ഒരു സുമ്മ ഷഹ്റൻ കാമില്, പിന്നെ ഒരു മാസം കൂടി നോറ്റാൽ അതിലും 14 കിട്ടി. ഫയബുക്ക യൗമാനി, അപ്പൊ 2 ദിവസം ബാക്കിയുണ്ട്. ഫയബുക്ക യൗമാനി 2 ദിവസം ബാക്കിയാവും. സുമ്മ ഷഹ്റൻ കാമിലൻ, പിന്നെ ഒരു മാസം പൂർണ്ണമായിട്ട്, ഫയബുക്ക യൗമാനി, അപ്പൊ 2 ദിവസം അവശേഷിക്കും. തസൂമു ലഹുമാ, ഈ 2 നോമ്പിന് വേണ്ടി അവൾ നോമ്പ് വെൽക്കണം. മിൻ സമാനിയത്തെ അശറ യൗമൻ, 18 നിന്ന് സലാസത്തൻ 3 നോമ്പ്, അവലഹ ആദ്യത്തിലും, വസലാസത്തൻ ആഖ്റഹ 3 അവസാനത്തിലും. ഫക്കമുലലഹ അവൾക്ക് പൂർണ്ണമാകും, ബിദാലിക ഇതുകൊണ്ട്, സൗമു ശഹരി 1 മാസത്തെ നോമ്പ് കിട്ടും. വൈൻ നക്രത്തിൽ മുത്തഹയ്യിറത്തു, ഈ മുത്തഹയ്യിറത്തായ സ്ത്രീക്ക് ഓർമ്മയുണ്ടെങ്കിൽ, വഖ്തൻ വ ഖദറൻ മാസത്തിൽ ഏത് സമയത്താണ് ഹൈദുണ്ടാകാറുള്ളത് എന്ന വഖ്ത്ത് ഓർമ്മയുണ്ട്, സമയം. ഔ ഖദറൻ എത്ര ദിവസമാണ് ഉണ്ടാകാറുള്ളത് അത് ഓർമ്മയുണ്ട്. ഫഖത്ത് അല്ലെ ഏതെങ്കിലും ഒന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ, ഫലിൽ യഖീനി ഹുക്മുഹു, ആ ഉറപ്പുള്ളതിന് അതിന്റെ ഹുക്മ് സ്വീകരിക്കണം. അത് ഹൈദാണെന്ന് വെക്കണം ഹൈദിന്. വഫി വൈരി, ഉറപ്പില്ലാത്തതില് ഹിയ കന്നാസിയത്തിലഹുമാ ജമിയാൻ, മറന്നുപോയതുപോലെ വെക്കണം. അതിന്റെ 6-ാമത്തെ നമ്പർ മിസാലു ദാക്കിറത്തിൽ വഖത്തി ഫഖത്ത്, സമയം മാത്രം ഓർമ്മ ഉള്ളത്. കാൻ തഖൂല, അവള് പറയും പോലെ, കാന ഹൈദ് യബ്തദി അവല ശഹരി, മാസത്തിന്റെ തുടക്കത്തിലാണ്. ഫയൗമും വലൈലത്തും മിൻഹു ഹൈദുൻ, ഒരു ദിവസം എന്തായാലും ഹൈദാണ്, ബിയഖീൻ ഉറപ്പായിട്ട് ഹൈദാണ്. വനിസ്ഫുഹു സാനി തുഹുറുൻ, അതിന്റെ 2-ാമത്തെ നിസ്ഫു തുഹറാണ്, ബിയഖീനിൻ ഉറപ്പായിട്ട് തുഹറാണ്. വമാ ബൈന ദാലിക യഅ്തമിലു ഹൈദ വ തുഹറ വൽ ഇൻഖിതാ,
അതിന്റെ ഇടയിലുള്ളത് ഹൈലാകാനും തൂറാകാനും ആ ഹൈദ് മുറിയുന്ന ദിവസമാകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ മിസാല് ദാക്കിറത്തിൽ കതിരി ഫക്കത്ത്, കതിർ മാത്രം എത്ര ദിവസമാണ് ഉള്ളത് എന്ന് മാത്രം ഓർമ്മയുള്ളതാണ്. കാൻ തക്കൂല കാന ഹൈലി ഹംസത്തുൻ, 5 ദിവസമാണ്. ഫിൽ ആശരിൽ അവലി, ആദ്യത്തെ 10 5 ദിവസമാണ്. മിന സഹരി ലാ ആലം വിത്തിദ, തുടക്കം അറിയില്ല. വാലം അന്നി ഫിൽ യൗമിൽ അവലി ത്വാഹിറും ഫസാദിസു, അപ്പൊ 1ാമത്തെ ദിവസം ത്വാഹിറാണെന്ന് വെക്കാം. ഫസാദിസു 6ാമത്തെ ദിവസം ഹൈദും ബിയത്തീൻ. അപ്പൊ ഈ രീതിയിലാണ് അവിടെ കണക്കാക്കുന്നത്. ഇതില് നമ്മള് ഇസ്തിഹാദത്തിന്റെ രക്തത്തിന്റെ സാധ്യതയാണ് പറഞ്ഞത്. അപൂർവമായിട്ടാണ് തുടർച്ചയായിട്ട് രക്തം ഉണ്ടാവുക. എന്നാൽ അങ്ങനെ ആകുമ്പോ എങ്ങനെയാണ് സാധ്യതകൾ വിലയിരുത്തേണ്ടത് എന്ന് ഫുഖഹാക്കൾ പറഞ്ഞു. അത് കൃത്യമായി അതിന്റെ ആ നോമ്പ് കൃത്യമായി കിട്ടാൻ വേണ്ടി എന്ത് പരിഗണന വേണം, മറ്റൊരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാകാം. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ലൈവ് ക്ലാസ്സുകളിൽ വെച്ച് പരിഹരിക്കാവുന്നതാണ്.